ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറേ പേര് എന്നോട് സംശയം ചോദിച്ചു, ഈ iOS 8.4 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മളുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ അത് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ iOS മ്യൂസിക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം അതിൻ്റെ ഇൻ്റർഫേസിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല സോങ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് സംശയം ചോദിച്ചു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഷഫിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ സോങ്സ് എന്ന കാണുന്ന ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു മെനൂസ് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ്, ആൽബംസ്, സോങ്സ്, ജനേഴ്സ്, കമ്പോസേഴ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ ഈ സോങ്സ് എന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് പോലെ ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ സോങ്സും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സോങ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ സോങ് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ സോങ്ങിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഷഫിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ കുറച്ച് സോങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിരിക്കുന്ന വഴി ഒരു പുതിയ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ന്യൂവിൽ നിങ്ങൾ ടച്ച് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. ഞാൻ ഹായ് എന്ന് കൊടുത്തു. ശേഷം ഇവിടെ ആഡ് സോങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡൺ എന്ന് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് ആൽബംസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ആൽബംസ്. ഇവിടെ ഞാൻ ഡിവോഷണൽ, ഇംഗ്ലീഷ്, ഫാസ്റ്റ്, ഹിന്ദി, മലയാളം, തമിഴ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആഡ് ടു പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ ഫോണിൽ. ഏത് പ്ലേലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവിടെ ഞാൻ ഹായ് എന്ന് കൊടുത്തു. ഇപ്പോൾ എല്ലാ സോങ്സും അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെയുള്ള എല്ലാ ആൽബംസും ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹായ് എന്ന ഒരു പ്ലേലിസ്റ്റിൽ എൻ്റെ ഫോണിലുള്ള എല്ലാ സോങ്സും എനിക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഷഫിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്കും അത് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിരി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സിരിയോട് പറഞ്ഞു കൊടുക്കുക, ഷഫിൾ ഓൾ ദ സോങ്സ്. ഷഫിൾ ഓൾ ദ സോങ്സ് നോക്കുക. പ്ലേയിങ് ഓൾ സോങ്സ് ഷഫിൾഡ്. നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോങ്സ് എല്ലാം ഷഫിൾ ആയതായിട്ട് കാണിക്കും. നോക്കുക, എല്ലാ സോങ്സും ഷഫിൾ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ട്രിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. ശേഷം ജനറലിൽ പോവുക. ഇവിടെ റെസ്ട്രിക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ടച്ച് ചെയ്യുക. ഇവിടെ നിങ്ങളോട് പാസ്വേഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ പാസ്വേഡ് ചോദിക്കും. ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് കണക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക് ആപ്പിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, മ്യൂസിക് ഫോർ യു, ന്യൂ, റേഡിയോ, കണക്റ്റ്. ഇത്രയും ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ ടാബുകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ഭാഗത്ത് പ്ലേലിസ്റ്റ് കൊണ്ടുവരാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കുക, ഇവിടെ നോക്കുക. ഇവിടെ എനിക്ക് താഴത്ത് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു. നിങ്ങൾക്ക് ഇത് മിക്കവാറും കാണാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ, ഇപ്പുറത്ത് പ്ലേലിസ്റ്റിൻ്റെ മറ്റൊരു ഓപ്ഷൻ, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം റെസ്ട്രിക്ഷൻസ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ആപ്പിൾ മ്യൂസിക് കണക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്പിൾ മ്യൂസിക് ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഫോർ യു എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.